ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല യമ്മി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുഡിങ്ങിലേക്ക് ആവശ്യമായ ചൈന ഗ്രാസ് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം, അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഒന്ന് തീ കത്തിച്ച് നന്നായിട്ട് മെൽറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പുഡിങ്ങിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇനി നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കൊക്കോ പൗഡറാണ് ആവശ്യമായത്. കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡയറി മിൽക്കോ എന്തെങ്കിലും ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അലിയിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതിലേക്ക് വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിൽ നമുക്ക് ചെറുതായിട്ടുള്ള തരികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബൗളുകൾ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ 2 എണ്ണത്തിലായിട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇത് ഞാനങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞെടുത്തതാണ്. നന്നായിട്ട് സെറ്റായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.